റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ആഞ്ഞടിച്ച യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നിയമവിധേയമാക്കാനുള്ള ശ്രമമാണ് പുടിൻ ഇപ്പോൾ നടത്തുന്നതെന്ന് സെലൻസ്കി ആരോപിച്ചു. റഷ്യ ആരംഭിച്ച യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി പറയുന്നു. മധു കൊട്ടാരക്കർ അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഒരു തമാശ എന്നോണം ചിലർ പറയുന്നത് ധാതുക്കളെല്ലാം അമേരിക്ക കൊണ്ടുപോകും, സ്ഥലമെല്ലാം റഷ്യയും കൊണ്ടുപോകും, അവസാനം ഇയാൾ മാത്രം ബാക്കിയാകും, സെലൻസ്കി മാത്രം. വൊളോഡിമിർ സെലൻസ്കി അങ്ങനെ ഒരു അപകടത്തിലാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇതിനകത്ത് കച്ചവട താല്പര്യങ്ങളുണ്ടെന്ന് നമുക്ക് പറയാതെ വയ്യ. ധാതുക്കൾ ഒരുപാടുണ്ട്. SKNുമായിട്ടും ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം, ഏഷ്യാൻ്റെ റെജിമേനൊക്കെ ഈ യുക്രൈനിൽ ഒരുപാട് ഈ മൈനിങ്ങിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ്. ഈ ധാതുക്കളുള്ള പ്രദേശങ്ങൾ ആയിരിക്കാം ഒരുപക്ഷെ പുടിനും ഈ അധിനിവേശത്തിനായിട്ട് ശ്രമിച്ചതും. ഈ സ്റ്റീവ് വിറ്റ്കോഫാണ് ട്രംപിന്റെ പ്രതിനിധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മോസ്കോയിൽ ഉണ്ടായിരുന്നത്. മോസ്കോയിൽ സ്റ്റീവ് വിറ്റ്കോഫ് പോയപ്പോൾ തന്നെ പുടിനും ട്രംപും തമ്മിലുള്ള ആത്മബന്ധം അത് വർഷങ്ങളായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇത് സംബന്ധിച്ചുള്ള ഒരു ഉച്ചകോടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യൂറോപ്യൻ ലീഡേഴ്സും അതുപോലെ ലോക രാജ്യങ്ങളിലുള്ള മറ്റ് നേതാക്കളുമായിട്ടൊക്കെ തുടർച്ചയായിട്ടുള്ള ഫോൺ കോളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെലൻസ്കി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് റഷ്യ തുടങ്ങി വെച്ച യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണം, അതുകൊണ്ട് ഭൂമി വിട്ടുകൊടുത്തുള്ള അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഒരു കോംപ്രമൈസിനും യുക്രൈൻ തയ്യാറാകില്ല എന്നുള്ളൊരു സൂചനയാണ് സെലൻസ്കി നൽകുന്നത്. അതുമാത്രമല്ല, വെടിനിർത്തൽ ആണ് ആദ്യം വേണ്ടിയത്, സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനം വേണം. ട്രംപിൽ ആത്മവിശ്വാസം ഉണ്ട്, ഇത് പറഞ്ഞു തീർക്കും എന്നുള്ളതിൽ ട്രംപിന്റെ കഴിവിനെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് സെലൻസ്കി മറ്റൊരു വശത്ത്. അതേസമയം പുടിൻ ക്രിമിയ അതുപോലെ ഡോൺബാസ് റീജിയൻ വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് വാഷിങ്ടണിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലൂടെ അറിയാൻ സാധിക്കുന്നത്. അതിന് പകരം കേഴ്സൺ, സപ്പറോഷ്യ തുടങ്ങിയ മേഖലയിൽ വെടിനിർത്തലിന് പുടിൻ തയ്യാറാണെന്നുള്ള ഒരു പ്രപ്പോസൽ വെച്ചതായിട്ടാണ് ഇത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു ഉച്ചകോടിയോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവർ പറയുന്നത് യുക്രൈന്റെ നേറ്റോ മെമ്പർഷിപ്പ് അടഞ്ഞ വാതിലുകളല്ല, അത് മാത്രമല്ല അവരെ ഒരുപക്ഷെ നോക്കുകുത്തികളാക്കിക്കൊണ്ടുള്ള ഒരു സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് അവർക്ക് യോജിപ്പില്ല. തന്നെയുമല്ല, ഇതിൽ യുക്രൈന്റെ പ്രസൻസ് വേണമെന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റും ഒക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. SKനെ ഒരുപക്ഷെ യൂറോപ്യൻ നേതാക്കളുടെ മനസ്സറിയാനായിരിക്കാം US വൈസ് പ്രസിഡന്റ് JD വാൻസ് ലണ്ടനിലുണ്ട്. അദ്ദേഹം യൂറോപ്യൻ നേതാക്കളുമായിട്ടും അതുപോലെ യുക്രൈനിയൻ നേതാക്കളുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒരുപക്ഷെ സെലൻസ്കിയെ കൂടെ ഈ കൂടിക്കാഴ്ചയിൽ, പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ പുടിന് സെലൻസ്കി വരുന്നതിനോട് വലിയ താല്പര്യമില്ല. സെലൻസ്കി ചില നിബന്ധനകൾ അനുസരിച്ചാൽ മാത്രമേ സെലൻസ്കിയെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. SKനെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്ത് ചർച്ചകൾ നടന്നാലും ഈ ഭൂമി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ നിയമപരമായിട്ട് സെലൻസ്കിക്ക് യുക്രൈനു വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അവരുടെ ഭരണഘടന ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. യുക്രൈൻ ഇപ്പോഴും പറയുന്നത് റഷ്യയുടെ കെർസ്ക് പോലുള്ള മേഖലയിൽ അവരുടെ സൈന്യമുണ്ട്, എന്നാൽ റഷ്യ ഇത് തള്ളിക്കളയാണ്. പക്ഷേ ഈ അലാസ്കയിൽ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ഈ ഉച്ചകോടി, പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപായിട്ടുള്ള ഉച്ചകോടിക്ക് ലോകരാജ്യങ്ങളുടെ പല നേതാക്കളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഈ ഉച്ചകോടിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. SKN. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.